നമസ്കാരം. ആർവിഎസ് മാത്സ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാക്സിമം മിനിമ എന്നുള്ള ടോപ്പിക്കിന്റെ വീഡിയോയാണ് കഴിഞ്ഞ 2 വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നും ഞാൻ മാക്സിമം മിനിമയുടെ പ്രോബ്ലം തന്നെയാണ് ചെയ്യുന്നത്. മാക്സിമം മിനിമയിൽ ഞാൻ പറഞ്ഞൊരു ആപ്ലിക്കേഷൻ പ്രോബ്ലം ബാക്കിയുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പം യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനുമാണ്. പിന്നെ കുറച്ച് ചെയ്യുമ്പം ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു 2 പ്രോബ്ലം കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് ആപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മാക്സിമം മിനിമയുടെ പ്രോബ്ലം അല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു മാക്സിമം മിനിമയിൽ ആപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പം ഫൈൻഡ് ദ മാക്സിമം ആൻഡ് മിനിമം എന്ന് ഡയറക്റ്റായിട്ട് ചോദിക്കുന്നത് അല്ലാണ്ട് ആപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ പല പ്രോബ്ലം ചെയ്യാം. എപ്പോഴും യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പം അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് ഞാനിപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. എ റെക്ടാങ്കുലർ ബോക്സ് ഓപ്പൺ അറ്റ് ദ ടോപ്പ് ഈസ് ടു ഹാവ് വോളിയം 32 cubic feet. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. ഒത്തിരി 1-2 പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത്. എ റെക്ടാങ്കുലർ ബോക്സ് ഓപ്പൺ അറ്റ് ദ ടോപ്പ് ഈസ് ടു ഹാവ് വോളിയം 32 cubic feet. Find its dimension of the total surface. Find its dimension if the total surface if the total surface area is minimum. Dimension of a rectangular box. ഒരു റെക്ടാങ്കുലർ ബോക്സിൻ്റെ ഡയമെൻഷനാണ് നമ്മളെടുത്ത് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അതിൻ്റെ ലെന്തും ബ്രെഡ്ത്തും ഹൈറ്റിനെയാണ് നമ്മൾ ഡയമെൻഷൻ എന്ന് പറയുന്നത് അല്ലേ. റെക്ടാങ്കുലർ ബോക്സിൻ്റെ ഒരു സൈഡ് ഓപ്പൺ ആയിട്ടാണ്. അതിൻ്റെ വോളിയം 32 cubic feet എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കണം? അതിൻ്റെ ലെന്തും ബ്രെഡ്ത്തും ഹൈറ്റും ഫൈൻഡ് ചെയ്യണം. സച്ച് ദാറ്റ് ദ ടോട്ടൽ സർഫസ് ഏരിയ ഈസ് മിനിമം. അപ്പോൾ ഇതെങ്ങനെയാണ് മാക്സിമം മിനിമത്തിൻ്റെ പ്രോബ്ലം ആണ്. ഇത് കണ്ടോ, ടോട്ടൽ സർഫസ് ഏരിയ ഫൈൻഡ് ചെയ്യുന്ന ഫോമുല നമുക്കറിയാം. ആ സർഫസ് ഏരിയ മിനിമം ആകുന്ന രീതിയിലുള്ള ലെന്തും ബ്രെഡ്ത്തും ഹൈറ്റും. ടോട്ടൽ സർഫസ് ഏരിയ ഈസ് മിനിമം. ഇതാണ് നമ്മുടെ ഹിൻ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സർഫസ് ഏരിയ മാക്സിമം, അല്ലെങ്കിൽ ഇതുപോലെ സർഫസ് ഏരിയ തന്നിട്ട് വോളിയം മാക്സിമം അല്ലെങ്കിൽ മിനിമം എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ചോദിക്കാം. നിങ്ങളുടെ പ്രിസ്ക്രൈബ്ഡ് ടെസ്റ്റിനകത്തുള്ള എക്സസൈസ് ക്വസ്റ്റിനകത്തുള്ളൊരു ക്വസ്റ്റ്യനാണിത്. അപ്പോൾ ഇത് മിക്കപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റിനകത്ത് നമ്മൾ ഈ ഒരു വേർഡിൽ നിന്നാണ് ഇത് മാക്സിമം മിനിമമായിട്ട് റിലേറ്റ് ചെയ്ത് ചെയ്യുന്നത്. ഒരു റെക്റ്റാങ്കുലർ ബോക്സിന് എത്ര ഫേസ് ഉണ്ട്? എത്ര ഫേസാണ് റെക്റ്റാങ്കുലർ ബോക്സിന്? ഇപ്പോൾ ഞാനൊരു ബോക്സ് ഇവിടെ കാണിക്കാം. റെക്റ്റാങ്കുലർ ബോക്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു ബോക്സ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് എത്ര ഫേസാണല്ലേ? ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഈ ഫേസ്, ഓക്കെ, ഇതേപോലെ തന്നെ ഇതിൻ്റെ താഴെ ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഫേസ് എന്ന് പറയുമ്പോൾ ഇത്. അപ്പോൾ ഇത് രണ്ടും കൂടി, മുകളിലത്തെ ഫേസും താഴത്തെ ഫേസും കൂടി 2 ഫേസായി. അതുപോലെ എൻ്റെ ഈ കൈ ഇരിക്കുന്നുണ്ടോ, ഈ ഭാഗം, ഇതൊരു ഫേസ്. അതേപോലെ ഇപ്പുറത്ത് വരുന്ന ഇത് ഒരു ഫേസ് അല്ലേ. ഞാൻ നേരത്തെ ഈ ഫേസാണ് പറഞ്ഞത്, ഇപ്പോൾ ഈ 2 സൈഡും പറഞ്ഞു. അപ്പോൾ ഇതിങ്ങനെ എടുക്കുമ്പോഴേക്കും ഇവിടെ ഒരു ഫേസ് ഉണ്ടല്ലോ, ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് വരുന്നതെന്ന് പറയുമ്പോൾ ഈ ഫേസ്. അപ്പോൾ ഇത് 2 എണ്ണം. അപ്പോൾ ടോട്ടൽ എത്ര എണ്ണമായി? മുകളിൽ 1 എണ്ണം, അതേപോലത്തെ താഴെ. അപ്പം 2 എണ്ണമായി. ഈ സൈഡിലുള്ള ഈ 2 എണ്ണം 4 ആയി. ഇതും ഈ സൈഡും കൂടെ. അപ്പോൾ അത് എത്രയായി? 2 എണ്ണം + 2. അപ്പോൾ മൊത്തം 6 ഫേസ് ഉണ്ട് ഒരു റെക്റ്റാങ്കുലർ ബോക്സ്. ഇതൊരു റെക്റ്റാങ്കുലർ ബോക്സാണ്. ഇതിന് 6 ഫേസ് ഉണ്ട്. ലെന്തും ബ്രെഡ്ത്തും ഹൈറ്റും, ഇതിൻ്റെ ലെന്തും ബ്രെഡ്ത്തും ഹൈറ്റുമാണ്, ബ്രെഡ്ത്തും ഹൈറ്റുമാണ്. ഇതാണ് അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. സച്ച് ദാറ്റ് എന്തുവാണ്? ഈ റെക്റ്റാങ്കുലർ ബോക്സിൻ്റെ സർഫസ് ഏരിയ മിനിമം ആവുന്ന രീതിയിൽ. ഇതിൻ്റെ വോളിയം തന്നിട്ടുണ്ട്. പിന്നെ ഇതിനൊരു പ്രത്യേകതയുണ്ട്. എന്തുവാണ്? ഇതിൻ്റെ ഒരു സൈഡ് വോളിയം, ഒരു സൈഡ് എന്ന് പറയുന്നത് ഓപ്പൺ ആണ്. ഇങ്ങനെ ഓപ്പൺ ആയിട്ടായിരിക്കണം, മൂടി അടച്ചു വെച്ചിട്ടില്ല. ഓക്കെ, ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള ഒരു റെക്റ്റാങ്കുലർ ബോക്സിൻ്റെ ഡയമെൻഷൻസ് ആണ് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. സച്ച് ദാറ്റ് ദ സർഫസ് ഏരിയ ഈസ് മിനിമം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാൻ വെറുതെ ഒരു ബോക്സ് എടുത്ത് കാണിച്ചു തന്നേ ഉള്ളൂ. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. നമുക്ക് സർഫസ് ഏരിയ മിനിമം എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഡയമെൻഷനാണ്. ശ്രദ്ധിച്ച് ചെയ്യണം, ഇമ്പോർട്ടൻ്റ് ആണ് ഇത്. അപ്പം നമ്മൾ ഡയമെൻഷന് നമുക്ക് പേര് കൊടുക്കാം. ലെന്ത് ബ്രെഡ്ത്ത് ഹൈറ്റ് LBH എന്ന് ഇടുന്നതിനേക്കാളും നമുക്ക് പ്രോബ്ലം നമ്മളെപ്പോഴും XYZ അല്ലേ ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ X എന്ന് Y എന്ന് Z എന്ന് വിളിച്ചോട്ടെ. ലെന്ത് X, ലെറ്റ് X, Y, Z. B, length, breadth and height. Length, breadth and height of rectangular box. ആ റെക്റ്റാങ്കുലർ ബോക്സിൻ്റെ ഡയമെൻഷൻസ് എന്ന് പറയുന്നത്, അതായത് ലെന്തും ബ്രെഡ്ത്തും ഹൈറ്റും എന്ന് പറയുന്നത് X എന്നും Y എന്നും Z എന്നും നമ്മൾ ചൂസ് ചെയ്തു. തീർന്നില്ല. എന്ത് തന്നിട്ടുണ്ട്? അതിൻ്റെ വോളിയം തന്നിട്ടുണ്ട്. ഗിവൺ വോളിയം ഇസ് ഈക്വൽ ടു, ഗിവൺ വോളിയം is equal to 32. വോളിയം ഇസ് ഈക്വൽ ടു 32 എന്ന് പറയുമ്പോൾ വോളിയത്തിൻ്റെ ഫോമുല എന്തുവാണ്? ലെന്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എന്നാണ് അല്ലേ. അപ്പോൾ ഇവിടെ ലെന്തും ബ്രെഡ്ത്ത് ഹൈറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്തിരിക്കുന്നത് XYZ എന്നാണ്. അപ്പോൾ LBH ഇസ് ഈക്വൽ ടു 32 എന്നുള്ളതിന് പകരം X ഇൻറ്റു Y ഇൻറ്റു Z ഇസ് ഈക്വൽ ടു 32 എന്ന് ഇതിനെ നമുക്ക് എഴുതി വെക്കാം.
എക്സ് ഇൻറ്റു വൈ ഇൻറ്റു ഇസഡ് ഇസ് ഈക്വൽ ടു 32 എന്നുള്ള ഇക്വേഷന് ഞാൻ ഇസഡ് ഇസ് ഈക്വൽ ടു 32/xy എന്ന് എഴുതുകയാണ്. അത് എന്തിനാണെന്നുള്ളത് കുറച്ച് കഴിഞ്ഞ് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇക്വേഷൻ 1 എന്ന് പറഞ്ഞ് ഞാൻ അതിനെ മാറ്റി നിർത്തുവാണ്. ഓക്കെ, ഈ ഇസഡ് ഇസ് ഈക്വൽ ടു 32/xy എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിനങ്ങ് മാറ്റി നിർത്തി. ഇനി എന്താ തന്നിരിക്കുന്നത്? വോളിയം തന്നിട്ടുണ്ട്, ഞാൻ 32 എന്ന് പറഞ്ഞത് എഴുതി. നമുക്ക് വേണ്ടത് സർഫസ് ഏരിയ മിനിമം ആവണം. നമ്മൾ സർഫസ് ഏരിയ എന്ന് പറയുന്ന ഫോമിൽ എന്തുവാണ്? മൊത്തം എത്ര സൈഡ് ഉണ്ട്? 6 സൈഡ് ഉണ്ടെങ്കിൽ 2 ഇൻറ്റു ലെങ്ത് ഇൻറ്റു ബ്രെത്ത് പ്ലസ് 2 ഇൻറ്റു BH പ്ലസ് 2LH ഇതായിരിക്കത്തില്ലേ ഫോമുല? ലെങ്ത് ഇൻറ്റു ബ്രെത്തും ബ്രെത്ത് ഇൻറ്റു ഹൈറ്റും ലെങ്ത് ഇൻറ്റു ഹൈറ്റും ഇങ്ങനെ വരുന്ന രീതിയിൽ ഇതാണ് സർഫസ് ഏരിയയുടെ ഫോമുല. ശരിക്കും ഒരു റെക്റ്റാങ്കുലർ ബോക്സിൻ്റെ. പക്ഷേ നമ്മുടെ ഇവിടുത്തെ റെക്റ്റാങ്കുലർ ബോക്സ് എന്തുവാണ്? റെക്റ്റാങ്കുലർ ബോക്സ് ഓപ്പൺ അറ്റ് ദ ടോപ്പ്, ഒരു സൈഡ് ഇല്ല. അപ്പം നമുക്ക് വേണമെങ്കിൽ XY എന്നുള്ള സൈഡിൽ ഒരു സൈഡ് ഇല്ല എന്ന് വിചാരിക്കാം. ഒരു സൈഡ് ഇല്ല എന്ന് പറഞ്ഞാൽ ഈ 2LB എന്നുള്ളത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം എന്താ അതിനകത്ത് 2 വേണ്ട, LB പ്ലസ് 2BH പ്ലസ് 2LH ഇത് തന്നെ 2 ഇല്ലാതെ എടുക്കാൻ പറ്റുമോ? അടുത്തത് എടുത്തൂടെ? നിങ്ങളുടെ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സൈഡ് ഇല്ലാന്നാക്കിയാൽ മതി. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ ഈ പ്രോബ്ലത്തിൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് സർഫസ് ഏരിയ ഈസ് ഈക്വൽ ടു XY ലെങ്ത് ഇൻറ്റു ബ്രെത്തിനെയാണ് ഞാൻ X ഇൻറ്റു Y എന്ന് എഴുതിയിരിക്കുന്നത്. 2 ഇടാത്തത് എന്താ കാരണം? ഒരു സൈഡ് ഓപ്പൺ ആണ്. അപ്പം ഒരു സ്പേസ് ഇല്ല. മൊത്തം 5 ഫേസേ ഈ പ്രോബ്ലത്തിലുള്ളൂ. ഈ റെക്റ്റാങ്കുലർ ബോക്സിന് 5 ഫേസേ ഉള്ളൂ. 6ാമത്തെ ഫേസ് ഓപ്പൺ ആയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് 6ാമത്തെ ഫേസ് കളഞ്ഞിട്ട് ഇവിടെ ഒരു XY എന്ന് എഴുതിയത്. അടുത്ത പ്ലസ് 2YZ പ്ലസ് 2XZ. ഓക്കെ, നമ്മളിത് സർഫസ് ഏരിയ എഴുതി. ഇയാൾ മിനിമം ആണോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഇയാൾ മിനിമം ആവുന്ന രീതിയിൽ നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യണം? സർഫസ് ഏരിയ മിനിമം ആവുന്ന രീതിയിൽ ലെങ്തും ബ്രെത്തും ഹൈറ്റും ഫൈൻഡ് ചെയ്യണം. ഇത് എഴുതി കഴിഞ്ഞപ്പോൾ ഇയാൾ മിനിമം ആവുക എന്ന് പറഞ്ഞാൽ നമുക്കിതിനെ f(x, y) എന്ന് എഴുതാം. f(x, y) എന്ന് ആരെയാണോ മിനിമം അല്ലെങ്കിൽ മാക്സിമം ചെക്ക് ചെയ്യണം അയാളെയല്ലേ നമ്മൾ എപ്പോഴും f(x, y) എന്ന് എടുക്കുക. സോ സർഫസ് ഏരിയ മിനിമം എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാരണം ഈ ഇക്വേഷനാണ് ഞാൻ f(x, y) എന്ന് എടുക്കാൻ പോകുന്നത്. അങ്ങനെ നോക്കുമ്പോഴേ ഈ ക്വസ്റ്റിനകത്ത് x, y മാത്രമല്ല, ഇവിടെ എന്തുണ്ട്? z ഉണ്ട്. അപ്പോൾ ഇതിന് f(x, y) നമുക്ക് 2 വേരിയബിളുള്ള ആൾക്കാർക്ക് മാത്രം മാക്സിമം മിനിമം ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഇവിടെ പക്ഷേ എത്ര വേരിയബിളാണുള്ള? 3 വേരിയബിൾ ഉണ്ട്. അപ്പോൾ ഇസഡ് ഇസ് ഈക്വൽ ടു 32/xy. അപ്പോൾ സർഫസ് ഏരിയ എന്നുള്ളതിനെ എനിക്ക് 2 വേരിയബിളിലേക്ക് ആക്കാനായിട്ട് XY പ്ലസ് 2y ഇൻറ്റു ഇസഡിൻ്റെ സ്ഥാനത്ത് 32/xy പ്ലസ് 2x ഇൻറ്റു ഇസഡിൻ്റെ സ്ഥാനത്ത് 32/xy എന്ന് എഴുതുകയാണ്. ഓക്കെ, ഇതിൽ വൈയും വൈയും ക്യാൻസലാവും. അതേപോലെ തന്നെ ഇവിടെ എക്സും എക്സും ക്യാൻസലാവും. ഈ ഇക്വേഷനെ XY പ്ലസ് 64/x പ്ലസ് 64/y എന്ന് എഴുതും. ഓക്കെ, ഈ ഫംഗ്ഷൻ ഇതിപ്പം XY മാത്രമേ ഉള്ളൂ. ഇയാളാണ് മിനിമം ആവുന്ന രീതിയിൽ നമുക്ക് ലെങ്തും ബ്രെത്തും ഹൈറ്റും ഫൈൻഡ് ചെയ്യേണ്ടത്. ഈ ഫംഗ്ഷൻ ഞാൻ f(x, y) എന്ന് എഴുതി. അപ്പം അടുത്ത ഇനി എന്താ മാക്സിമം മിനിമയുടെ പ്രൊസീജിയർ? എഫ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താ ഫൈൻഡ് ചെയ്യേണ്ടത്? P ഫൈൻഡ് ചെയ്യണം. ∂f/∂x ∂f/∂x ഫൈൻഡ് ചെയ്യുമ്പോഴേക്കും XYൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? XYൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പം y മാത്രമേ ഇവിടെ വരത്തുള്ളൂ. 64/xൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ -64/x². കാരണം 1/xൻ്റെ ഡെറിവേറ്റീവ് -1/x². അതുകൊണ്ടാണ് -64/x². അതുപോലെ P കഴിഞ്ഞടുത്ത് Q ഫൈൻഡ് ചെയ്യുമ്പോൾ Q എന്ന് പറഞ്ഞാൽ എന്താണ്? ∂f/∂y ആണ്. ∂f/∂y എന്ന് പറയുമ്പം XYൻ്റെ ഡെറിവേറ്റീവ്, വൈയുടെ ഡെറിവേറ്റീവ് 1, എക്സിനെ ഞാൻ അതുപോലെ തന്നെ എഴുതി. 64/x എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആയത് കാരണം 0 ആയി പോകും. 64/y-ൻ്റെ ഡെറിവേറ്റീവ് -64/y². R എന്ന് പറയുന്നത് ∂2f/∂x² ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു Pനെ വിത്ത് റെസ്പെക്ട് ടു എക്സിന് വീണ്ടും ഒരിക്കൽ കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ y-ൻ്റെ ഡെറിവേറ്റീവ് 0, -64/x² വീണ്ടും ഒരിക്കൽ കൂടി എക്സിന് ഡിഫറൻഷിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ 1/x² എന്നുള്ള ആളെ നമുക്ക് വേണമെങ്കിൽ x⁻² എന്ന് ഇട്ടൂടെ. x⁻²ൻ്റെ ഡെറിവേറ്റീവ് -2 ഇൻറ്റു x⁻³ ആണ്. ഈ -2 ഇതിനെ -2/x³ എന്ന് എഴുതാം അല്ലേ. ഈ മൈനസും ഈ 64ൻ്റെ ഇവിടുത്തെ ഈ മൈനസും കൂടെ ചേർന്ന് നമുക്കിത് എന്താ വേണം? -64 × 2 എന്ന് പറഞ്ഞാൽ 128. സോറി, മൈനസ് അല്ലത് പ്ലസ് ആവും. -64 ഓൾറെഡി ഉണ്ട്. 1/x² ഡെറിവേറ്റീവ് -2/x³ കൂടെ ചേർന്നാണ് 128/x³ എന്നാവുന്നുണ്ട്. ഇനി അടുത്ത് എസ് എന്ന് പറഞ്ഞാൽ ∂2f/∂x/∂y എന്നാണ്. അപ്പോൾ ഞാൻ ∂f/∂x എടുത്തിട്ട് വിത്ത് റെസ്പെക്ട് ടു വൈക്ക് ഒരിക്കൽ കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വൈയുടെ ഡെറിവേറ്റീവ് 1. അതുപോലെ ടി എന്ന് പറഞ്ഞാൽ ∂2f/∂y² ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 0 ആണ്. -64/y² ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 128/y³ ആണ്. ഞാൻ ഡിഫറൻഷിയേറ്റ് എഴുതിയത് കാരണം y -64/x² എങ്ങനെയാണ് കിട്ടിയെങ്കിൽ x -64/y² വിത്ത് റെസ്പെക്ട് ടു വൈക്ക് ചെയ്യുമ്പോൾ ഇതേ ആൻസർ തന്നെ ആയിരിക്കും കിട്ടുന്നത്. എക്സിന് വരെ y ആയിരിക്കും. അത് ആലോചിച്ചിട്ടാണ് ഞാൻ പെട്ടെന്ന് ഡിഫറൻഷിയേറ്റ് ഒന്നും ചെയ്ത് നോക്കാതെ ഡയറക്റ്റ് ആയിട്ട് എഴുതിയത്. ഓക്കെ,
അപ്പോൾ നമുക്ക് പി ക്യു ആർ എസ് ടി ഫൈൻഡ് ചെയ്ത് അടുത്ത സ്റ്റെപ്പ് എന്താണ്? പിനെ 0ക്ക് ഇക്വേറ്റ് ചെയ്യുക, ക്യൂവിനെ 0ക്ക് ഇക്വേറ്റ് ചെയ്യുക. പി എന്ന് പറയുന്നത് ഇവിടെ y മൈനസ് 64/x² is equal to 0. It is y is equal to 64/x², or x² y is equal to 64. ഇക്വേഷൻ 2 എന്ന് പറഞ്ഞ് നിർത്തി. അതുപോലെ ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ ഉണ്ടായിരുന്നത്? എക്സ് മൈനസ് 64/y² is equal to 0. എക്സ് is equal to -64/y² ഈക്വൽ ടു അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എക്സ് is equal to 64/y². അവിടെയും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ പറഞ്ഞത്? y² ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് ഇൻറ്റു y² is equal to 64. ഇക്വേഷൻ 3. എനിക്ക് എക്സും വൈയും ഇസഡും ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ഈ രണ്ട് ഇക്വേഷനിൽ നിന്ന് എങ്ങനെ ഞാൻ എക്സ് വൈയും ഫൈൻഡ് ചെയ്യും? ഈ രണ്ട് ഇക്വേഷൻ നോക്കി, ഇക്വേഷൻ 2ൻ്റെയും 3ൻ്റെയും RHS പാർട്ട് എന്ന് പറഞ്ഞാൽ 64 ആണ്. അപ്പോൾ ഈ 64 എന്നുള്ളതിന് പകരം നമുക്ക് XY² ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇവിടുത്തെ 64ന് പകരം x²y അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ ഇക്വേറ്റിംഗ് ഇക്വേഷൻ 2 and 3, 2ഉം 3യും കൂടെ ഇക്വേറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് x²y is equal to 64 എന്നുള്ള സ്ഥാനത്ത് ഞാൻ XY² എഴുതുവാണ്. സോ ഇവിടുത്തെ ഒരു എക്സും ക്യാൻസലായി പോയി, വൈയും ഒയും ക്യാൻസലായി. എനിക്ക് x is equal to y എന്ന് കണ്ടീഷൻ കിട്ടി. x is equal to y എന്നുണ്ട് ഫസ്റ്റ് കണ്ടീഷൻ കിട്ടി. എനിക്ക് ക്രിട്ടിക്കൽ പോയിന്റ് അല്ല കിട്ടിയിരിക്കുന്നത്. x is equal to y എന്ന് പറഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് കണ്ടീഷൻ കിട്ടിയിട്ടേ ഉള്ളൂ. എനിക്കിനി ലെന്ത് ഈക്വൽ ടു എന്തുവാ ബ്രെഡ്ത്ത് എന്നുള്ള രീതിയിലാണ്. ഇനി ഹൈറ്റിൻ്റെ കാര്യം കൂടെ ഫൈൻഡ് ചെയ്യണം അല്ലേ? അപ്പോൾ എനിക്ക് കിട്ടിയ x is equal to y കൊണ്ട് എന്തിനേലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വല്ല വാല്യൂ ഫൈൻഡ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഈ x is equal to y എന്നുള്ള കണ്ടീഷൻ ഞാൻ ഇക്വേഷൻ 2ൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇക്വേഷൻ 2 എന്ന് പറഞ്ഞാൽ എന്താ? ഇക്വേഷൻ 2 എന്ന് പറഞ്ഞാൽ x²y is equal to 64 എന്നാ. ഇതിൽ y equal to x എന്നറിയാം. സോ x³ is equal to 64 എന്ന് ഞാൻ എഴുതിയത്. എങ്ങനെ എഴുതിയത്? x is equal to y ആയത് കാരണം, അല്ലെങ്കിൽ y equal to x ആയത് കാരണം yയുടെ സ്ഥാനത്ത് x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ x² into x വന്നു. അങ്ങനെയാണ് ഞാൻ x³ എന്ന് എഴുതിയത്. x³ equal to 64 എന്ന് പറഞ്ഞാൽ 4³ ആണ് 64. ദാറ്റ് മീൻസ് x is equal to 4 എന്ന് കിട്ടി. സിൻസ് x is equal to y എന്ന് കണ്ടീഷൻ ഉള്ളത് കാരണം y equal to എന്തിനെ കിട്ടി? 4 എന്ന് കിട്ടി. എക്സും വൈയും കിട്ടിയാൽ ഇസഡിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇസഡ് is equal to 32/xy എന്നല്ലേ? അപ്പോൾ 32/16 എന്നാണ് വരിക, വിച്ച് ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. അപ്പോൾ ഇസഡിൻ്റെ വാല്യൂ നമുക്ക് എന്തെന്നും കിട്ടി? 2 എന്നും കിട്ടി. അപ്പോൾ നമുക്ക് ലെന്തും ബ്രെഡ്ത്തും ഹൈറ്റും കിട്ടിക്കഴിഞ്ഞു. ലെന്ത് 4 ആണ്, ബ്രെഡ്ത്ത് 4 ആണ്, ഹൈറ്റ് 2 ആണ്. അപ്പോൾ ഒരു പ്രശ്നമുണ്ട്. ലെന്തും ബ്രെഡ്ത്തും ഹൈറ്റും ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്കിവിടെ എന്താ കിട്ടണം? മിനിമം ആണോ എന്നുള്ളത് അറിയണം. അപ്പോൾ മിനിമം ആണോ എന്ന് അറിയാനായിട്ട് എപ്പോഴും എന്താ ചെയ്യേണ്ടത്? RT - S² എഴുതുക. RT എന്ന് പറയുമ്പോൾ എന്താ? 128x³ 128y³ 128/x³ ഇൻറ്റു 128/y³. അടുത്തെന്താ? -x². എസ് എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ -1. ഈ x³ y³ സ്ഥാനത്ത് ഈ 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യട്ടെ. അപ്പോൾ 128/4³ ഇൻറ്റു 128/4³ -1. അപ്പോൾ ഇത് 64ഉം 128ഉം പോകുമ്പോൾ ഇവിടെ 2 ആ വരണേ. 64ഉം 128 പോകുമ്പോൾ 2 വരും. 2 × 2 4 ആണ്. 4 - 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 ആണ്. ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0. RT - S² ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ R എന്താണെന്ന് നോക്കണം. R എന്ന് പറയുന്നത് എന്താണ്? 128/x³. ദാറ്റ് ഈസ് ഈക്വൽ ടു 128/64. ദാറ്റ് ഈസ് 64ഉം 128ഉം പോകുമ്പോൾ ഇവിടെ 2 ആണ് വരുന്നത്. ദാറ്റ് ഈസ് ഓൾസോ ഗ്രേറ്റർ ദാൻ 1. RT - S² ഗ്രേറ്റർ ആണ്. R ഗ്രേറ്റർ ആണെങ്കിൽ എന്താണ്? മിനിമം ആണ്. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് x = 4 y = 4 അല്ലേ? അപ്പോൾ നമ്മുടെ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ x = 4 y = 4 z = 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം നമ്മുടെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് മിനിമം ആണെന്ന് ഈ കണ്ടീഷൻ നമുക്ക് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ അതിനെ പറഞ്ഞു നിർത്താം? therefore at x is equal to 4 y equal to 4 and z is equal to 2, at x is equal to 4, y equal to 4, z equal to 2, rectangular box has minimum surface area. Rectangular box has minimum surface area. Okay, നമ്മുടെ ആൻസർ ആയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളെ. ഡിസ്കസ് ദ മാക്സിമ ആൻഡ് മിനിമ ഓഫ് f of xy is equal to xy into a minus x minus y. ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള എക്സസൈസിനകത്തുള്ള ക്വസ്റ്റ്യനും ആണ്. കുറച്ചൊരു വ്യത്യാസമുണ്ട്. കാരണം ഇങ്ങനെ ഒരു കോൺസ്റ്റൻ്റ് അതിനകത്ത് വരുന്നത് കാരണം ഇതിൻ്റെ മാക്സിമം മിനിമം ഫൈൻഡ് ചെയ്യുമ്പോൾ കുറച്ച് പോയിന്റ്സ് നമുക്ക് ഓർത്ത് വെക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പ്രോബ്ലം ഇമ്പോർട്ടൻ്റ് ആവുന്നത്. ഒരു സ്പെഷ്യൽ പ്രോബ്ലം ആണ്. അപ്പം എന്നാൽ നമുക്ക് പ്രോബ്ലം തന്നിരിക്കുന്ന മാക്സിമം മിനിമം ചെക്ക് ചെയ്യുന്ന ഫംഗ്ഷനെ f of xy എന്ന് പറഞ്ഞാൽ എടുത്ത് എഴുതാം. f of xy is equal to xy into
എ മൈനസ് എക്സ് മൈനസ് വൈ. ഓക്കെ, ഇതിൽ എക്സ് വൈനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പം എ എക്സ് വൈ മൈനസ് എക്സ് സ്ക്വയർ വൈ മൈനസ് എക്സ് വൈ സ്ക്വയർ എന്ന് കിട്ടി. എഫ് ഓഫ് എക്സ് വൈ ആയിട്ടുണ്ട്. പി ക്യു ആർ എസ് ടി ഫൈൻഡ് ചെയ്യാം. പി എന്ന് പറയുന്നത് ഡോ എഫ് ബൈ ഡോ എക്സ് ആണ്. That is equal to a x y x derivative 1 ബാക്കി a y minus x square derivative 2xy minus x derivative 1 into y square. Q എന്ന് പറയുന്നത് ഡോ എഫ് ബൈ ഡോ വൈ ആണ്. ദറ്റ് ഈസ് ഈക്വൽ ടു എ എക്സ് വൈയിൽ എ എക്സ് കോൺസ്റ്റൻറ്റ് വൈയുടെ ഡെറിവേറ്റീവ് 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് 1 മൈനസ് 2xy. R is equal to dou square f by dou x square. That is equal to with respect to x നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പം ഡോ എഫ് ബൈ ഡോ എക്സിനെ വീണ്ടും ഒരിക്കൽ കൂടി എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പം എ വൈൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. മൈനസ് 2xyൻ്റെ ഡെറിവേറ്റീവ് മൈനസ് 2y. അടുത്ത് നോക്കിക്കേ, ഈ അടുത്ത ടേമിൽ എക്സ് ഇല്ല. ആദ്യത്തെ ടേമിൽ അവസാനത്തെ ടേമിൽ എക്സ് ഇല്ല. ആകെ എക്സ് ഉള്ള ടേമിൽ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, ബാക്കിയുള്ള ആൾ അവിടെ എഴുതി. അടുത്ത എസ് എന്ന് പറഞ്ഞാൽ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ ആണ്. ഞാൻ ഫസ്റ്റ് ഇക്വേഷൻ എടുത്തിട്ട് അതിന് വിത്ത് റെസ്പെക്ട് ടു വൈക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പം എ വൈൻ്റെ ഡെറിവേറ്റീവ് എ മൈനസ് 2xyയിൽ എന്തുവാണ് വൈയുടെ ഡെറിവേറ്റീവ് 1, ബാക്കിയുള്ളത് മൈനസ് 2x മൈനസ് വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് 2y. ഇനി അടുത്ത് ടി എന്ന് പറഞ്ഞാൽ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ സ്ക്വയർ ആണ്. ദറ്റ് ഈസ് ഈക്വൽ ടു ഈ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ സ്ക്വയർ ചെയ്യുമ്പോൾ ഡോ എഫ് ബൈ ഡോ വൈനകത്ത് കണ്ടോ ആദ്യത്തെ രണ്ട് ടേമിൽ വൈ ഇല്ല. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് 0. മൈനസ് 2xyൻ്റെ ഡെറിവേറ്റീവ് മൈനസ് 2x. പിന്നെയും ക്യൂവിനെയും 0ക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ പി ഈക്വൽ ടു 0, ക്യൂ ഈക്വൽ ടു 0. പി എന്ന് പറയുന്നത് എ വൈ മൈനസ് 2xy മൈനസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ? എ എക്സ് മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 2xy ഇസ് ഈക്വൽ ടു 0. ഈ പി ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷനിൽ എല്ലാ വൈയുടെ ടേമും ക്യാൻസലായി പോകുമ്പോൾ വൈയുടെ ടേം കോമൺ ആയിട്ട് എടുത്താൽ ക്യാൻസൽ ചെയ്തില്ല, സോറി, വൈയുടെ ടേം കോമൺ ആയിട്ട് എടുക്കുമ്പോൾ ബാക്കി എന്താ വരിക? എ മൈനസ് 2x മൈനസ് വൈ ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. അതായത് ഇതിനെ നമുക്ക് y ഈക്വൽ ടു 0 എന്നും എ മൈനസ് 2x മൈനസ് വൈനെ 2x പ്ലസ് വൈ ഇസ് ഈക്വൽ ടു എ എന്നും പറഞ്ഞ് എഴുതാം. അതുപോലെ ഈ ക്യൂ ഈക്വൽ ടു 0യിൽ എല്ലാ എക്സിൻ്റെ ടേമും കോമൺ ആയിട്ട് എടുത്താൽ ബ്രാക്കറ്റിനകത്ത് എ മൈനസ് എക്സ് മൈനസ് 2y ഈക്വൽ ടു 0 എന്ന് വരും. ഓക്കെ, അതിൽ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്നും എ മൈനസ് എക്സ് മൈനസ് 2y നമുക്ക് എക്സ് പ്ലസ് 2y ഇസ് ഈക്വൽ ടു എ എന്നും എഴുതാം. ഈ മൈനസ് എക്സ് മൈനസ് 2 അപ്പുറത്തേക്ക് പോയിട്ടാണ് അത് എക്സ് പ്ലസ് 2y ഇസ് ഈക്വൽ ടു എ. ഈ ബ്രാക്കറ്റിനെ മൊത്തത്തിൽ 0ക്ക് ഇക്വേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ ഇക്വേഷൻ കിട്ടി. അപ്പം എപ്പോഴും ഞാൻ പറയും, ഇവിടുന്ന് എക്സ് ഈക്വൽ ടു 0 ഉണ്ടെങ്കിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ഇപ്പുറത്താണ്. അല്ലാതെ എന്ത് ചെയ്യരുത്, അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുന്ന വൈയുടെ വാല്യൂ ഒരിക്കലും എടുക്കരുത്. സോ ഈ എക്സ് ഇസ് ഈക്വൽ ടു 0 ഞാൻ ഇക്വേഷൻ 1ൽ കൊണ്ടു കൊടുക്കണം. ഇത് ഇക്വേഷൻ 1, ഇത് ഇക്വേഷൻ 2. സബ്സ്റ്റിറ്റ്യൂട്ടിങ് x is equal to 0 in equation 1. അപ്പോൾ ഇതെങ്ങനെയും മാറും? എക്സിന് 0 വരുമ്പം 0 പ്ലസ് വൈ എന്ന് വരും. അപ്പോൾ y ഈക്വൽ ടു എ എന്ന് വരും. therefore the point is എക്സിന് 0, വൈയുടെ വാല്യൂ എ, ഒരു പോയിന്റ് കിട്ടി. അതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ടിങ് y ഈക്വൽ ടു 0 ഇൻ ഇക്വേഷൻ 2, അതായത് എനിക്ക് ഇവിടുന്ന് കിട്ടിയ y ഈക്വൽ ടു 0നെ ഈ ഇക്വേഷനിൽ കൊണ്ടു കൊടുത്തു. ഈ ഇക്വേഷനിൽ കൊടുക്കുമ്പം എക്സ് ഇസ് ഈക്വൽ ടു എ എന്ന് വരും. therefore the point is a, 0 എന്നും കിട്ടും. പോയിന്റ് എന്ന് പറയുന്നത് a, 0. തീർന്നില്ല കേട്ടോ. ഈ എക്സിനെ ഇവിടെ കൊടുത്തു, വൈനെ ഇവിടെ കൊടുത്തെങ്കിൽ ഈ രണ്ട് ഇക്വേഷനെയും കൂടെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും വാല്യൂ കിട്ടും. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനെ നോക്കുമ്പോഴാണ് അത് എന്താണ് ലീനിയർ ഇക്വേഷനാണ്. നമുക്ക് ആരെങ്കിലും ഒരാളുടെ കോയിഫിഷ്യൻറ്റ് സെയിം ആക്കണം. ഞാൻ ഫസ്റ്റ് ഇക്വേഷൻ അതുപോലെ തന്നെ എഴുതി 2x പ്ലസ് വൈ ഈക്വൽ ടു എ എന്ന് പറഞ്ഞ് ഇക്വേഷൻ 1നെ അതുപോലെ തന്നെ എഴുതി. ഇക്വേഷൻ 2ൻ്റെ കൂടെ ഞാൻ 2 മൾട്ടിപ്ലൈ ചെയ്ത് അതെന്തിനാ? എക്സിൻ്റെ കോയിഫിഷ്യൻ 2x എന്ന് ഇവിടെ ഉള്ളതുകൊണ്ടും 2x ആക്കാൻ വേണ്ടിയിട്ടാണ്. സോ അത് 2x പ്ലസ് 4y ഈക്വൽ ടു 2a എന്ന് വന്നു. ഓക്കെ, ഈ രണ്ടുപേരെ ഞാനങ്ങ് സബ്ട്രാക്ട് ചെയ്യുമ്പം 2x മൈനസ് 2x 0 ആവും. y മൈനസ് 4y എന്ന് പറഞ്ഞാൽ മൈനസ് 3y ആവും. a മൈനസ് 2a എന്ന് പറഞ്ഞാൽ മൈനസ് എയും ആവും. സോ y ഇസ് ഈക്വൽ ടു a ബൈ 3. മൈനസ് മൈനസ് അങ്ങ് പോവും. വൈയുടെ വാല്യൂ a ബൈ 3 എന്നുള്ളതിനെ നമുക്ക് ഏതെങ്കിലും ഈ ഫസ്റ്റ് ഇക്വേഷനിൽ കൊണ്ടുകൊടുക്കാം. ഇക്വേഷൻ 1ൽ കൊടുക്കുമ്പോൾ 2x പ്ലസ് a ബൈ 3 ഇസ് ഈക്വൽ ടു a, ഓർ 2x ഇസ് ഈക്വൽ ടു a മൈനസ് ഈ a ബൈ 3 അപ്പുറത്തേക്ക് പോകുമ്പോൾ a മൈനസ് a ബൈ 3 എന്നാവും. ദറ്റ് ഇസ് ഈക്വൽ ടു 3a മൈനസ് a, ദറ്റ് ഇസ് 2a ബൈ 3. അപ്പോൾ 2x ഇസ് ഈക്വൽ ടു 2a ബൈ 3, 2 ക്യാൻസൽ ആകുമ്പം x ഇസ് ഈക്വൽ ടു a ബൈ 3 എന്നാവും. therefore അവിടെ കിട്ടിയ പോയിന്റ് എന്തുവാണ്? a ബൈ 3, a ബൈ 3. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എന്തൊക്കെ പോയിന്റ് കിട്ടി? therefore the critical points are അല്ലെങ്കിൽ സ്റ്റേഷനറി പോയിന്റ്സ് ആർ, എക്സിന് ഒരു പോയിന്റ് എടുക്കണുണ്ടോ? 0, വൈക്ക് ഒരു വാല്യൂ 0. അപ്പോൾ 0,0 ഒരു പോയിന്റാണ്. പിന്നെ ഇവിടെ ഒരു എണ്ണം കിട്ടി 0, a എന്നൊരു പോയിന്റ് കിട്ടി. അതുപോലെ തന്നെ a, 0 എന്നൊരു പോയിന്റ് കിട്ടി. പിന്നെ ഒരു പോയിന്റ് കിട്ടിയത് a ബൈ 3, a ബൈ 3 എന്നും കിട്ടി. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പോയിന്റ്സ് എന്ന് പറയുന്നത്.
ഓക്കെ, ഞാൻ അപ്പുറത്തെ പേജിൽ അവിടെ വളരെ ചെറിയൊരു സ്പേസ് ഇല്ല, അപ്പോൾ എനിക്ക് പ്രോബ്ലം കറക്റ്റായിട്ട് പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെ ഒന്നുകൂടെ ഇപ്പുറത്തേക്ക് എടുത്ത് എഴുതി. നമ്മൾ അവിടെ പറഞ്ഞു നിർത്തി എന്തായിരുന്നു ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയും പോയിന്റ്സ് വരെ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മൾ ആറും ടീയും ഫൈൻഡ് ചെയ്തതില്ലേ, ആറെന്ന് പറഞ്ഞാൽ -2x ആയിരുന്നു, ടി എന്ന് പറഞ്ഞാൽ -2y ആയിരുന്നു. ഞാൻ അവർ രണ്ടുപേരെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. 6 × t - x² എന്നുള്ളതാണ് 4xy - a - 2x - 2y the whole square എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, 6 എന്ന് പറഞ്ഞാൽ -2y ആയിരുന്നു, 2x ആയിരുന്നില്ല, സോറി -2y ആയിരുന്നു. ഓക്കെ, അടുത്ത് നമ്മൾ എന്ത് ചെയ്യുവാണ്, എനിക്ക് എന്തോ ഇതിൻ്റെ മാക്സിമം മിനിമം ഫൈൻഡ് ചെയ്യണം. നമുക്ക് വേണ്ടത് എന്തുമായിരുന്നു, മാക്സിമം മിനിമം ഫൈൻഡ് ചെയ്യണം. അപ്പോൾ പോയിൻറ്റ്സ് എല്ലാം ഞാൻ എടുത്ത് എഴുതുകയാണ്. ഫസ്റ്റ് പോയിൻറ്റ് 0,0 RT - x² ചെക്ക് ചെയ്യുമ്പോൾ RT - x² = 4 × 0 × 0 0 - a - 0 - 0 അപ്പോൾ a² എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് -a². എയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് -1. എയുടെ വാല്യൂ -1 ആണെങ്കിലും ഇയാൾ എന്താ -1, കാരണം -1ൻ്റെ സ്ക്വയർ a² എന്നല്ല കിടക്കുക, -a² എന്നല്ല -a² എന്ന് കിടക്കണേ. അപ്പോൾ എയുടെ വാല്യൂ -1 വന്നാലും ഇത് നെഗറ്റീവ് തന്നെയാണ്. എയുടെ വാല്യൂ 2 വന്നാലും -4 എന്നായിരിക്കും ആൻസർ. എയുടെ വാല്യൂ -2 എന്ന് വന്നാലും ഇതിൻ്റെ ആൻസർ -4 എന്നാണ്. സോ എയുടെ വാല്യൂ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ഇത് എപ്പോഴും >0 ആണ്. സോ RT - s² <0. therefore ഇത് എന്തുവാണ്, സാഡിൽ പോയിന്റ്. ഓക്കെ, അടുത്ത പോയിന്റ് എന്തുവായിരുന്നു, 0,a. 0,a നമ്മൾ എടുക്കുമ്പോൾ RT - x² = x-ന് 0യും y-ക്ക് a-യും കൊടുക്കുമ്പോൾ ഫസ്റ്റ് ടേം 0 - a - 2 × 0 0 a - 2a. a - 2a എന്ന് പറഞ്ഞാൽ എന്താണ്, a - 2a the whole square. ഈ x 0 ആയതുകൊണ്ട് ഈ ടേം എഴുതിയില്ല, ഈ -2y തന്നെയാണ് ഞാൻ 2a എന്നിട്ടേക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു a - 2a എന്ന് പറഞ്ഞാൽ -a അല്ലേ, അപ്പം -a the whole square ദാറ്റ് ഈസ് ഈക്വൽ ടു -a² എന്ന് വരും. ഈ -a the whole square എന്ന് പറഞ്ഞാൽ +a² ആണ്. ഫ്രണ്ടിലത്തെ നെഗറ്റീവ് സൈൻ ആണ് ഈ -a². അപ്പോൾ അതും <0, കാരണം എയുടെ വാല്യൂ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും എപ്പോഴും <0 ആണ്. അപ്പോൾ അതും എന്ത് പോയിൻ്റാണ്, സാഡിൽ പോയിൻ്റ് ആണ്. ഓക്കെ, അടുത്ത് നമ്മൾ എന്താ ചെയ്യണേ, അടുത്തെന്ന് പറയുന്നത് a,0. a,0 എന്ന് പറയുമ്പം RT - x² = 0 - a - 2a - 2y എന്നുള്ളത് 0, കാരണം y-ക്കാണ് ഇവിടെ 0 കൊടുക്കുന്നത്. ദ ഹോൾ സ്ക്വയർ a - 2a - 0 എന്ന് പറയുമ്പോൾ -a ദാറ്റ് ഈസ് ഈക്വൽ ടു -a the whole square ദാറ്റ് ഈസ് ഈക്വൽ ടു -a². അതും <0 ആണ്. അപ്പോൾ അതും എന്താവുകയാണ്, അതും സാഡിൽ പോയിന്റ് ആവുകയാണ്. ഓക്കെ, ഇനി എന്താ കേസ്, അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് a/3, a/3. a/3, a/3 എന്ന് പറഞ്ഞാൽ RT - x² = ശ്രദ്ധിക്കണേ, ഇത് 4 × xy. ഓക്കെ, RT - x² = 4 × x² എന്ന് പറഞ്ഞാൽ 4 × a/3 × a/3. അപ്പോൾ അത് 4a²/9 - a/3 2 ഉണ്ട് അവിടെ, 2a/3 - 2a/3 the whole square. That is equal to 4a²/9 -2a/3 -2a/3 -4a/3 ആവും. a - 4a/3 എന്ന് പറഞ്ഞാൽ 3a - 4a/3 എന്നാവും. കാരണം ഈ 3നെ ഇങ്ങോട്ടേക്ക് LCM എടുക്കുമ്പോൾ ഇത് 3a - എന്നുള്ള രീതിയിലാവും. ദ ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു -a² -a²/9. 4a²/9 -a²/9 എന്ന് പറയുന്നത് എന്തുവാണ്, 3a²/9 അല്ലേ. 3യും 9ഉം വെട്ടി പോകുമ്പോൾ ഇവിടെ താഴെ 3 വരും. എന്തോ ആയിക്കോട്ടെ, അത് ക്യാൻസൽ ആയി പോയാലും ഇല്ലെങ്കിലും ഇവിടെ a² ആവുള്ളൂ. ഇവിടെ എയുടെ വാല്യൂ പോസിറ്റീവ് വന്നാലും നെഗറ്റീവ് വന്നാലും, എയുടെ വാല്യൂ 1 വന്നാലും -1 വന്നാലും a² എപ്പോഴും എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. അതുപോലെ എയുടെ വാല്യൂ 2 വന്നാലും -2 വന്നാലും a² എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. സോ ഇത് എപ്പോഴും >0. അപ്പോൾ RT - x² >0 ആയാൽ അടുത്ത് നമുക്ക് എന്ത് വേണം, R കൂടെ ഫൈൻഡ് ചെയ്യണം. അപ്പോൾ R ഫൈൻഡ് ചെയ്യുമ്പോൾ R is equal to -2y ആണ്. അപ്പോൾ നമ്മൾ Rൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ R is equal to -2a/3 എന്നാണ്. R is equal to -2a/3. ഇവിടെ 2 കേസ് ആയിട്ടാണ് നമ്മൾ നോക്കുന്നത്. കാരണം എയുടെ വാല്യൂ a എന്ന് മാത്രമേ ഇവിടെ, a² അല്ല ഉള്ളത്. a പോസിറ്റീവും വരാം, a നെഗറ്റീവും വരാം. അപ്പോൾ അതാണ് നമ്മൾ 2 കേസായിട്ട് വരുന്നത്. കേസ് 1 എന്ന് പറഞ്ഞാൽ, കേസ് 1 എന്ന് പറയുമ്പം ഇഫ് a >0, അതായത് a പോസിറ്റീവ് ആവുന്ന കേസ്, a പോസിറ്റീവ് ആവുകയാണെങ്കിൽ നോക്കിക്കേ, എയുടെ വാല്യൂ പോസിറ്റീവ് ആയാൽ a 1 2 3 എന്നൊക്കെ വന്നാൽ ഇതിൻ്റെ ആൻസർ എന്താ വരിക, a 1 ആവുമ്പോൾ -2/3,
ആർ എന്ന് പറയുന്നത് -2/3 ആണ്. A2 ആകുമ്പോൾ -4/3, A3 ആകുമ്പോൾ മൈനസ് എന്ത് വരിക -6/3 എന്ന് പറയുന്നത്. എല്ലായിടത്തും അപ്പം R ലെസ് ദാൻ 0 ആണ്. ഏത് വാല്യൂ പോസിറ്റീവ് ആകുമ്പം R ലെസ് ദാൻ 0 ആണ്. അപ്പോൾ R ലെസ് ദാൻ 0 ആവുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? ആ കേസ് എന്ന് പറയുന്നത് ലെസ് ദാൻ ആവുക എന്ന് പറഞ്ഞാൽ അത് മാക്സിമം പോയിൻ്റ് എന്നാണ് അർത്ഥം. ആ പോയിൻ്റ് എന്ന് പറയുന്നത് മാക്സിമം പോയിൻ്റ് ആണ്. എപ്പോഴും ഇഫ് R A ഗ്രേറ്റർ ദാൻ 0, A ഗ്രേറ്റർ ദാൻ 0 ആവുന്ന കേസിൽ ഇപ്പോൾ A/3, A/3യിൽ A എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ആവുന്ന കേസിൽ ഇഫ് A ഈസ് ഗ്രേറ്റർ ദാൻ 0 ദെൻ ദറ്റ് പോയിൻ്റ് ഈസ് മാക്സിമം പോയിൻ്റ്. A ഗ്രേറ്റർ ദാൻ 0 ആവുന്ന കേസിൽ മാക്സിമം പോയിൻ്റ്. അപ്പം ഒരു കേസ് കൂടെ ഉണ്ടല്ലോ, കേസ് 2. കേസ് 2 നമ്മൾ എടുക്കുമ്പോൾ ഇതേപോലെ A എന്ന് പറയുന്നത് ഞാൻ ലെസ് ദാൻ 0 എന്ന് എടുക്കുക. അതായത് A എന്ന് പറയുന്നത് -1, -2, -3 എന്നൊക്കെ എടുക്കുക. എയുടെ വാല്യൂ മൈനസ് വരുമ്പോൾ ഇത് എന്ത് വരും? -2 × -1 2/3 ആവും. എയുടെ വാല്യൂ -2 വരുമ്പം ഇത് 4/3 ആവും. എയുടെ വാല്യൂ -3 വരുമ്പം ഇത് 6/3 ആവും. എയുടെ വാല്യൂ -4 വരുമ്പം ഇത് 8/3 ആവും. അതായത് എയുടെ വാല്യൂ നെഗറ്റീവ് കൂടി അങ്ങോട്ട് പോയിക്കൊണ്ടേ ഇരിക്കും തോറും ഇതെല്ലാം എന്ത് ആവുകയാണ്? R എപ്പോഴും പോസിറ്റീവ് ആയിട്ടായിരിക്കുന്നത്. RT - x² ഗ്രേറ്ററും R ഗ്രേറ്ററും ആയാൽ ആ പോയിന്റ് നമ്മൾ പറയുന്നത് മിനിമം പോയിന്റ് അല്ലേ? അത് എപ്പോഴാണ് മിനിമം പോകുന്നത്? എയുടെ വാല്യൂ ലെസ് ദാൻ 0 ആവുകയാണെങ്കിൽ, അതായത് A/3, A/3 എന്ന് പറയുന്നത് മിനിമം പോയിന്റ് ആണ് ഇഫ് A ലെസ് ദാൻ 0. A എന്ന് പറയുന്നത് നെഗറ്റീവ് ആകുമ്പോൾ. A/3, A/3 എന്ന് പറയുന്നത് മാക്സിമം പോയിന്റ് ആണ് ഇഫ് A ഗ്രേറ്റർ ദാൻ 0. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഈ പ്രോബ്ലം ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ബാക്കിയുള്ള പ്രോബ്ലത്തിൽ നിന്നൊരു വ്യത്യാസം വരാൻ കാരണവും ഈ A വരുന്നത് കാരണം കേസ് 1, കേസ് 2 എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ടായിട്ട് എടുക്കേണ്ടി വരണില്ലേ? അതുകൊണ്ട് ഈ പ്രോബ്ലം ഇമ്പോർട്ടൻ്റ് ആണ്. യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കാം. 1-2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, പക്ഷേ അങ്ങനെ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നുമല്ല. പക്ഷേ ചില സമയത്ത് നമ്മൾ പറയത്തില്ല എക്സാം ഭയങ്കര പ്രയാസമായിരുന്നു എന്നൊക്കെ. അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിക്കുന്ന സമയത്തായിരിക്കും കുട്ടികൾ അങ്ങനെ പറയുന്നത്. ഇതുപോലെ കുറച്ച് ചിന്തിച്ചൊക്കെ എഴുതാനുണ്ടായി പ്രോബ്ലംസ് എല്ലാം അങ്ങനത്തെ പ്രോബ്ലം ആയിരിക്കും. നമ്മൾ ഏറ്റവും കൂടുതൽ എളുപ്പമായിട്ട് ഉറപ്പായിട്ടും പഠിച്ചു വയ്ക്കുന്നതിന് മാക്സിമം മിനിമം യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കും. അപ്പോൾ ആ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എങ്ങാനും ഇതുപോലത്തെ എന്തെങ്കിലും നമ്മൾ കുറച്ച് കൂടുതൽ ചിന്തിച്ച് എഴുതേണ്ട പ്രോബ്ലം ആവുന്ന സമയത്ത് നമ്മളത് പ്രയാസം എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ടെസ്റ്റിനകത്തുള്ള ക്വസ്റ്റ്യനാണ്, എക്സസൈസിനകത്ത് കിടക്കുന്ന ക്വസ്റ്റ്യനാണ്, പഠിക്കാതെ പോകാൻ പറ്റത്തില്ല. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക. നിങ്ങൾക്ക് തനിയെ ചെയ്ത് നോക്കാനായിട്ട് ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഫൈൻഡ് റിലേറ്റീവ് മാക്സിമ ആൻഡ് മിനിമ ഓഫ് f(x, y) is equal to x³ + y³ - 3axy. അപ്പോൾ ഇതേപോലെ A പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ എവിടെയും ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പം ടെസ്റ്റിൻ്റെ പുറകെയുള്ള ക്വസ്റ്റ്യനാണ് ഞാൻ ഈ തന്നിരിക്കുന്നത്. ഇതിനകത്ത് അവർ ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്ന് എഴുതിയിരിക്കുന്നത്. എനിക്കറിയില്ല, ഞാൻ ചെയ്തു പോയി നോക്കിയ ക്വസ്റ്റ്യൻസ് അല്ല. അപ്പോൾ എന്തായാലും ക്രിട്ടിക്കൽ പോയിന്റ് നോക്കുമ്പോൾ ഈ പ്രോബ്ലംസ് ഈ ആൻസർ അല്ല കിട്ടണമെങ്കിൽ എന്നോട് അടി ഉണ്ടാക്കില്ല. നിങ്ങളത് ചെയ്തത് കറക്റ്റാന്നുള്ള രീതിയിൽ സ്വന്തമായിട്ട് ചെയ്തോളണം. ഓക്കെ, ഞാൻ ഈ ടെസ്റ്റിലുള്ള ആൻസർ മാത്രം എഴുതുകയാണ്. ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നിരിക്കുന്ന പോയിന്റ്സ് 0,0യും A,Aയും ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ A,A കൊടുത്ത് RT - s² ഫൈൻഡ് ചെയ്യുമ്പം ഗ്രേറ്റർ ദാൻ 0 ആണ് കിട്ടുന്നത്. അവിടെ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിലും ആറിൻ്റെ വാല്യൂ ഈ പ്രോബ്ലത്തിലുള്ള പോലെ R = 6x എന്ന് എന്താ ഉള്ളത്. അപ്പം A,A സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 6a എന്നല്ലേ വരിക? 6a ഈ കേസ് വരുന്ന പോലെ 6a വരുമ്പം ഇവിടെ പറഞ്ഞ പോലെ കേസ് 1 A ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എന്തുവാ R ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ A ഗ്രേറ്റർ ദാൻ 0 ആവുന്ന കേസിൽ മിനിമം പോയിന്റും A എന്ന് പറയുന്നത് നെഗറ്റീവ് ആവുകയാണെങ്കിൽ R = 6a എന്നുള്ളത് എന്തുവാകും? മിനിമം -6a എന്നാവും. -6a എന്ന് പറയുമ്പോൾ ലെസ് ദാൻ ആണ്, അത് മാക്സിമം പോയിന്റ് ആവുകയും ചെയ്യും. ഓക്കെ, പറഞ്ഞു കൊളാക്കിയൊന്നും അറിയില്ല, ഒന്നുകൂടെ പറയാം. ഇപ്പം 6a എന്ന് വരത്തില്ലേ, ഈ A എന്ന് പറയുന്നത് പോസിറ്റീവ് ആവുന്ന സമയത്ത് R എപ്പോഴും എന്താ? ഗ്രേറ്റർ ദാൻ 0 ആണ്. R ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ മിനിമം പോയിന്റ്. A എന്ന് പറയുന്നത് നെഗറ്റീവ് വാല്യൂ ആകുമ്പം R = 6a എന്ന് പറയുന്നത് നെഗറ്റീവാണ്. R ലെസ് ദാൻ 0 ആണ് വരുന്നത്. R ലെസ് ദാൻ 0 ആകുമ്പോൾ അത് മാക്സിമം പോയിന്റ്. അതായത് നമ്മുടെ A,A എന്ന് പറയുന്നത് എന്ത് മിനിമം പോയിന്റ് ആവും ഇഫ് R ഗ്രേറ്റർ ദാൻ 0 ആൻഡ് A,A ഈസ് മാക്സിമം പോയിന്റ് ഇഫ് R ലെസ് ദാൻ A if A is പോസിറ്റീവും A, A എന്ന് പറയുന്നത് A പോസിറ്റീവ് ആണെങ്കിൽ മിനിമം പോയിന്റും A,Aയിൽ A നെഗറ്റീവ് ആണെങ്കിൽ മാക്സിമം പോയിന്റ്. ഓക്കെ, ഞാൻ ഇത് ഹിൻഡ് പറഞ്ഞതാണ്. നമ്മൾ ഈ പ്രോബ്ലം ചെയ്തതുപോലെ തന്നെയാണ് നിങ്ങളുടെ ആൻഡ് ബിവൻസിൻ്റെ ടെസ്റ്റിൻ്റെ പുറകെയുള്ള ക്വസ്റ്റ്യനാണ്. തനിയെ ചെയ്ത് നോക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ. ഇത് രണ്ടുമാണ് ക്രിട്ടിക്കൽ പോയിന്റ് എന്നാണ് ടെക്സ്റ്റ് ബുക്കിനകത്ത് ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ആ പോയിന്റ്സ് പറഞ്ഞത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് തനിയെ ചെയ്ത് നോക്കാനാണ്. നമ്മളിന്ന് ഫസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യനിൽ ഒരു റെക്ടാങ്കുലർ ബോക്സ് ഓപ്പൺ അറ്റ് ദ ടോപ്പ് ഹാവ് വോളിയം 32 cubic feet. അപ്പോൾ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത്. ഷോപ്പ് ദേറ്റ് ഓഫ് എ റെക്ടാങ്കുലർ ബോക്സ് ഗിവൺ വിത്ത് ഗിവൺ വോളിയം തന്നിട്ടുണ്ട്. വോളിയം ഇസ് ഈക്വൽ ടു തന്നിട്ടുണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ, എന്താ വാല്യൂയും തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ സപ്പോസ് V എന്ന് എടുക്കണം. അതായത് XY Z is equal to V or Z is equal to V/XY എന്ന് എഴുതുന്നു. തീർന്നില്ല. ക്യൂബ് ഹാസ് ലീസ്റ്റ് സർഫസ് ഏരിയ. ക്യൂബാണ്, നേരത്തെ അവിടെ അങ്ങനെയൊന്നും പറഞ്ഞില്ല. ആ റെക്ടാങ്കുലർ
റെക്റ്റാങ്കിൾ ബോക്സിന് സർഫസ് ഏരിയ മിനിമം ആവുന്ന രീതിയിൽ ലീസ്റ്റ് എന്ന് ഇവിടെ പറയുന്നത് മിനിമം എന്നുള്ള വേർഡ് യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ലീസ്റ്റ് സർഫസ് ഏരിയ ആവുന്ന രീതിയിൽ ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞത്. പക്ഷേ ഇവിടെ ഇവർ ക്യൂബ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ഫൈൻഡ് ചെയ്തപ്പോൾ x=4 y=4 z=2 എന്നാണ് കിട്ടിയത്. അതൊരിക്കലും ക്യൂബ് അല്ല. ലെന്തും ബ്രെഡ്ത്തും ഹൈറ്റും സെയിം ആവുമ്പോഴാണ് ക്യൂബ് ആവുന്നത്. അപ്പോൾ അത് നമുക്ക് കിട്ടിയ ഒരു ഹിൻ്റാണ്. നമുക്ക് കിട്ടുന്ന റെക്റ്റാങ്കുലർ ബോക്സിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ലെന്തും ബ്രെഡ്ത്തും ഹൈറ്റും സെയിം ആയിരിക്കും എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. ക്യൂബിനാണ് ലീസ്റ്റ് സർഫസ് ഏരിയ എങ്കിൽ നിങ്ങളുടെ ക്രിട്ടിക്കൽ പോയിന്റ് PQ ഫൈൻഡ് ചെയ്ത് 0ക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ x=y എന്നായിരിക്കും കിട്ടണേ. അത് ഇസെറ്റിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സിനെ വൈനെ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും z=y എന്നോ x എന്നോ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അവസാനം x=y=z എന്ന് കിട്ടും. നമ്മൾ ആ പ്രോബ്ലം ചെയ്ത സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. പിന്നെ ഇവിടെ റെക്റ്റാങ്കുലർ ബോക്സ് ഓപ്പൺ അറ്റ് ദ ടോപ്പ് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ സർഫസ് ഏരിയ =2xy + 2yz + 2xz ആണ്. ഇപ്പോൾ ഇയാളെയാണ് നമ്മൾ f(x, y) എന്ന് പറഞ്ഞ് ചൂസ് ചെയ്യുക. ഇസഡിൻ്റെ സ്ഥാനത്ത് v/xy സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നേ ഉള്ളൂ. അപ്പം ഈ x=y=z എന്ന് ക്യൂബിൽ നിന്നാണ് എനിക്ക് മനസ്സിലായത്. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ RT - x² ഗ്രേറ്റർ ദാൻ ആയിരിക്കും, R എന്ന് പറയുന്ന ആളും ഗ്രേറ്റർ ദാൻ ആയിരിക്കും. അപ്പോഴല്ലേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? മിനിമം ഹാസ് ലീസ്റ്റ് x=y=z എന്നുള്ള കണ്ടീഷനകത്ത് ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യും. അപ്പം ഇത് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ഒന്നും അല്ല. പക്ഷേ നമ്മൾ നേരത്തെ ഒരു ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആകെ ഒരെണ്ണം അല്ലേ ഞാൻ തന്നുള്ളൂ. അത് നിങ്ങളുടെ ടെസ്റ്റിൻ്റെ പുറകെ ആകെ ഒരു ക്വസ്റ്റിനെ കുറിച്ചേ പറയുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് തന്നിരിക്കുന്നതാണ് ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ടെക്സ്റ്റ് ബുക്കിനകത്ത് എക്സസൈസിനകത്ത് ഉണ്ടതും വർക്കൗട്ട് ക്വസ്റ്റ്യൻസും എല്ലാം ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള വർക്കൗട്ട് ക്വസ്റ്റ്യൻ എല്ലാം യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചതാണ്. പിന്നെ എക്സസൈസ് ക്വസ്റ്റ്യനകത്ത് എക്സാമിന് ചോദിച്ചതെല്ലാം നിങ്ങൾക്ക് ഞാൻ ഈ ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം. അതെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിന് പുറമെ ഇനി ഏത് പ്രോബ്ലം വന്നാലും നിങ്ങൾക്ക് നമ്മുടെ ഈ പ്രൊസീജിയർ ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ തനിയെ സോൾവ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഇതൊരു പ്രാവശ്യം കണ്ടിട്ട് സ്വന്തമായിട്ട് നോട്ടിൽ എഴുതി നോക്കിയ കുട്ടികളാണെങ്കിൽ യൂണിവേഴ്സിറ്റി എക്സാമിന് ഇതല്ലാണ്ട് വേറെ ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും നിങ്ങൾക്ക് 8 മാർക്കിൻ്റെ അല്ലെങ്കിൽ 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യനകത്ത് ഒരു 4-5 മാർക്ക് ഉറപ്പായിട്ടും സ്കോർ ചെയ്യാൻ പറ്റും. നമസ്കാരം, RVS മാത്സ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാക്സിമം മിനിമ എന്നുള്ള ടോപ്പിക്കിന്റെ വീഡിയോയാണ് കഴിഞ്ഞ 2 വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നും ഞാൻ മാക്സിമം മിനിമയുടെ പ്രോബ്ലം തന്നെയാണ് ചെയ്യുന്നത്. മാക്സിമം മിനിമയിൽ ഞാൻ പറഞ്ഞൊരു ആപ്ലിക്കേഷൻ പ്രോബ്ലം ബാക്കിയുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പം യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനുമാണ്. പിന്നെ കുറച്ച് ചെയ്യുമ്പം ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു 2 പ്രോബ്ലം കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് ആപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം.